അപ്പോൾ ഓണം ഉത്രാടത്തിനുള്ള നമ്മുടെ ആദ്യത്തെ വിഭവമായ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന പണിയാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നാരങ്ങ അച്ചാറിലൂടെ ബാക്കി എല്ലാ വിഭവങ്ങളും ഇവിടെ ഓണത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് തുടക്കട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉത്രാടപ്പാച്ചിലാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി നുറുക്കിയിട്ടതിൻ്റെ വേസ്റ്റാണ് കേട്ടോ അത്. നുറുക്കിയിട്ട് നമ്മളങ്ങനെ ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി പൂവ് നേരേക്കുകയാണ്. പൂക്കളത്തിനുള്ള പൂക്കൾ നേരേക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അവിടെ പൊന്നുണ്ണിയാണ് പൂക്കളിടുന്ന ആൾ കേട്ടോ. എന്നൊക്കെ അവൾ ഒറ്റയ്ക്കാണ് പൂവിട്ടുന്നത്. അപ്പോൾ അവൾ പൂവ് നേരേക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൂവ് നേരേക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പച്ചക്കറി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളേക്കുള്ള ഒരുക്കങ്ങളാണേ. ഓക്കെ, അപ്പോൾ നാളെ കാണാം. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ തന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടയ്ക്ക മാത്രം നുറുക്കിയിട്ടില്ല, അത് വാട്ടാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ നുറുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഫ്രഷ് സാധനമായിട്ടിരുന്നു. നമ്മുടെ പണികൾ നേരത്തെ തീരും ചെയ്തു. അതുപോലെ പൂവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സദ്യ പരിപാടി തുടങ്ങുകയാണ്. പരിപ്പ് പയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇന്നത്തെ പൂക്കളം സദ്യ പൊടി പൊടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴും മുറുക്കൽ കഴിഞ്ഞിട്ടില്ല. ഉപ്പേരി മാത്രമേ വെക്കാനുള്ളൂ, ബാക്കിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടടുപ്പത്തും ഓരോ വിഭവങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ചായ വിഭവങ്ങൾ കാണിക്കാം കേട്ടോ. അവിയൽ റെഡി, മസാലക്കറി റെഡി, സാമ്പാർ റെഡി. പിന്നെ എങ്ങനെ ആയി വരുന്നു കേട്ടോ ഓരോന്നും. ഇതാരപ്പത്? എന്താടാ പായസം? അടേ അല്ലേ ഇത് ഈയല്ലേ ഇപ്പം ഉണ്ടാക്കണേ? അട പായസം ഉണ്ടാക്കണ തിരക്കിലാണ് എൻ്റെ ഉണ്ണിക്കുട്ടൻ. അല്ല, എൻ്റെ ഉണ്ണിക്കുട്ടനല്ല കേട്ടോ, അനുക്കുട്ടൻ. ഏതെങ്കിലും ഒരു കുട്ടൻ. നേരെ ആയിക്കോട്ടെ കേട്ടോ. ഇവിടെ എന്താ പരിപാടി? പാട്ടൊക്കെ പാടണുണ്ടല്ലോ. ആരാ പാട്ട് പാടി? വേണ്ട വേണ്ട വേണ്ട. ഉത്രാട സദ്യ ഒരുങ്ങിത്ര. ഇനി പൊന്നുണ്ണീൻ്റെ ഒരു പാട്ട് പാടിക്കോളൂ. ആഘോഷിക്കുന്ന ഹരിദാസ് ശ്രീചാരങ്ങൾക്ക് ഉത്രാടത്തിൽ പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഉത്രാട സദ്യക്ക് ഇമ്പം കൂട്ടേണ്ടതാണെന്ന് പ്രത്യേകിച്ച് അറിയിച്ചുള്ളൂ. നമ്മുടെ വിഭവങ്ങളെല്ലാം കാലായിട്ടോ വിളമ്പാൻ തയ്യാറായി. മസാലക്കറി, ഓലൻ, പച്ചടി, ഉപ്പേരി, വറവ്, കൂട്ടുകറി, പുളിയിഞ്ചി, അച്ചാറ്, അവിയൽ, രസം, സാമ്പാർ, പപ്പടം, ചോറ്, ഇനി പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉത്രാട സദ്യ റെഡിയാണ്. അപ്പോൾ അത് ഉണ്ട് കഴിഞ്ഞിട്ട് കാണാം. ഉത്രാട സദ്യയിലാണ് കേട്ടോ. ആനിക്കൂട്ടനൊക്കെ എല്ലാവരും നോക്കണം. നല്ല തട്ടാണേ. നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അന്ന്. ആനിക്കൂട്ട എന്താ വേണ്ട? ഒന്നും വേണ്ടേ? സൂപ്പർ ആയെങ്കിൽ സൂപ്പർ പറഞ്ഞായിട്ടോ.
സാമ്പാറിൽ ഉപ്പുണ്ടോന്ന്. കുട്ടികളുടെ ഓണത്തിന് കുട്ടികളുടെ സദ്യ. വലിയ കുട്ടിക്ക് സ്ഥലമല്ല. അതാ ഓട ഓട ഓട. പൊട്ട് തുടങ്ങി. തപ്പാൻ പാടില്ല. ആ കറക്റ്റ്. അടുത്തെത്തി അടുത്തെത്തി. ഇനി അടുത്ത ആള്. നോക്കാൻ പാടില്ല. ഓണക്കളികളാണേ, ഓണക്കളികളാണ്. അല്ലട്ടോ, അവിടെ തന്നെ അല്ല. ആ പൊട്ട് ഓരോന്നോരോന്നൊക്കെ. അപ്പൊ ആർക്കാ ഫസ്റ്റ്? അപ്പൊ നമ്മളിന്ന് സദ്യയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പായസം കാണിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ പായസം നമ്മൾ വെച്ചത് അടയായിരുന്നു. അടപ്പായസം എന്ന് പറയുമ്പോൾ അട മിക്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ വെച്ചത്. പാല് വാങ്ങി പാലിൽ നല്ലോണം നമ്മൾ പിന്നെ അപ്പോൾ പാല് നല്ലോണം തിളപ്പിച്ച് അതിൽ അട മിക്സ് ഇട്ട് അങ്ങനെയാണ് നമ്മൾ പായസം വെച്ചത് കേട്ടോ. പായസം വയ്ക്കാൻ എല്ലാവർക്കും അറിയണമൊക്കെ ഉണ്ടാവാം, എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിന്ന് അടപ്പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് സദ്യ ഒക്കെ കൊടുത്തു, പായസം കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ മട്ടുപ്പാവിലൊന്ന് വന്ന് നോക്കുകയാണ്. നാളെ തിരുവോണത്തിനുള്ള പച്ചക്കറി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പച്ചക്കറി ഇപ്രാവശ്യം കൂടുതലൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വിളവെടുപ്പിനുള്ള എന്തോ നിൽക്കുന്നുണ്ടായിരുന്നു, നമുക്കത് പോയി നോക്കാം. ആഹാ, ഇത് വിളവെടുപ്പിനായി നിൽക്കുന്നതല്ല, ഇതിപ്പോൾ ഉണ്ടായതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മത്തൻ വള്ളിയിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത്തത്തിൻ്റെ അന്നൊരു മത്തൻ അറുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇനി തക്കാളി സീസണൊക്കെ ആയി വരല്ലേ, തക്കാളിയൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ദിവസം പൂ തന്നത് നമ്മുടെ പൂന്തോട്ടം തന്നെയാണ്. അപ്പോൾ ഇത്രയും ദിവസം വാങ്ങിയിട്ടില്ല. ഇന്നത്തെ മുറ്റത്തെ പൂവിടലിന് മാത്രം, ഉത്രാടപ്പൂവിടലിന് മാത്രമാണ് നമ്മൾ കുറച്ച് പുറത്തുനിന്ന് പൂ വാങ്ങിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മുടെ മട്ടുപ്പാവെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു വിളവെടുപ്പിനായിട്ട് വന്നതാണ്. നമുക്കിന്നിവിടെ ഒരു വിളവെടുപ്പുണ്ട്. അപ്പം നമുക്കതൊന്ന് കാണാം. അപ്പം നമുക്കിതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ വള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചാൽ കിട്ടുമോയെന്ന് അറിയില്ല. എന്തായാലും തിരുവോണം സ്പെഷ്യൽ ആണ് നമ്മുടെ
എന്നാലും നമുക്കൊരു മത്തൻ്റെ വള്ളിയിൽ നിന്ന് ഇതാ മട്ടുപ്പാവിലാണ് കേട്ടോ നമ്മുടെ കൃഷി. ഇവിടെ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടുണ്ട്, അവിടെ നിന്നാണ് നമ്മുടെ മത്തൻ്റെ വള്ളി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്കിപ്പം ഇന്നേക്ക് രണ്ടാമത്തെ മത്തനാണ്. 3-4 മത്തൻ ഉണ്ടായി. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നതും. അതുപോലെ ഉത്രാടം സദ്യയൊക്കെ ഉണ്ടാക്കി ഒന്ന് ഉറങ്ങി എണീച്ച് പിന്നെ നമുക്ക് നാളേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്രാട സദ്യ, അതേപോലെ ഉത്രാട പാച്ചിൽ എന്നൊക്കെ പറയും, ഉത്രാടം പിന്നെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.